വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് മോൺസ്റ്റർ ഓഫ് മൈ. അപ്പോൾ ഗൈസ് ദേ നമ്മളെ എഴുതുവണ്ടിയെ കൊണ്ടുവന്നത് രാജകൗടിയാണ് അല്ലേ, ബ്യൂട്ടിയുടെ രാജകൗടിയാണ്. നമ്മൾ ജയഗുരുവിൻ്റെ ജീവനെടുത്തില്ല. അതെ ആശാനോള് നമുക്ക് പയ്യൊന്ന് പുറത്തിറക്കണം, കാരണം നമ്മുടെ വഴിയൊന്ന് തെറ്റിപ്പോയി. നമ്മൾ വണ്ടി ഒന്ന് പണിഞ്ഞിറക്കിയതാ. ഓക്കെ അപ്പോൾ ഗൈസ് ഇത് അത്യാവശ്യം 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബസ് എടുത്തിട്ടുണ്ട്, പുറത്തേക്ക് ഇറക്കാം. ഹോണൊക്കെ അടിച്ച വേറെ ഒന്നുമില്ല, കാരണം കണ്ടിട്ട് കാണാൻ പറഞ്ഞ ഹോൺ അടിച്ചില്ലെങ്കിൽ എന്നിട്ടും വന്ന് ചാടിയേക്കണു മുന്നിലേക്ക്. മണ്ടന്മാരൊക്കെ അത്രയും ഹോൺ അടിച്ചാണ് നമ്മൾ. യൂട്യൂബ് എടുക്കണമല്ല. അദ്ദേഹം കയറ്റിയിട്ട് വയ്യ അമ്പട്ട കള്ള. മഴയായിരുന്നു ഇത്ര നേരം, ഇപ്പോൾ റോഡൊന്ന് ഉണങ്ങി വന്നിട്ടുള്ളൂ. ഓക്കെ പറഞ്ഞില്ല, ഇത്ര നേരം മഴയായിരുന്നു, ഇപ്പോഴാണ് റോഡൊന്ന് ഉണങ്ങി വന്നത്. സ്പീഡിൽ പോവാം, ഫൈറ്റ് ചെയ്യാനുണ്ട്. തിരിയേണ്ട സ്ഥലത്തൊക്കെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. വേറൊരു സൂപ്പർ ഹോൺ നമ്മൾ കയറ്റിയിട്ടുണ്ട്, കാണിച്ചു തരാം. എത്തേണ്ടതായിട്ട് സ്ഥലത്ത് എത്തിയോ നമുക്ക് അറിയണമല്ലോ. പിന്നെ ഫ്രണ്ടിലൊന്ന് ഇങ്ങനെ ഒന്ന് അടിയിലൊരു വന്നിട്ടുണ്ട്. നമുക്ക് എത്തേണ്ട സ്ഥലം കാണിച്ചു തരാം. 6 തോന്നണ്. ഓക്കെ പോട്ടെ. നിശബ്ദതയാണ്, കാരണം രാവിലെ തുടങ്ങിയിട്ടുള്ളൂ, സമയം 7 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ ബസ്സിൽ കിടക്കണവരെ എണീച്ച് വരുമാർ. ഇന്നലെ കിടന്നത് തന്നെ 3 മണിയായപ്പോൾ പാട്ടൊക്കെ വെച്ച്. സൂര്യ എണീച്ച് വരുന്നപ്പോൾ ടൈം എടുക്കും, അതുകൊണ്ട് തന്നെ അവൾ പാട്ടൊന്നും വെച്ചിട്ടില്ല. ചവിട്ടി വീടാണ്. ഞാൻ ഹോൺ കേൾപ്പിച്ചു തരാം, പഠിക്കാട്ടാ. സൂപ്പറല്ലേ ഹോൺ? പുള്ളി വേണ്ട ആടെ സൂപ്പറാണ് ഹോൺ. അത് നമ്മൾ ഇടയ്ക്ക് അടിക്കണ കുറവാണ്. ഇപ്പോൾ ഇന്ന് ഇന്ന് 7 മണിക്ക് ശേഷം ഒരു പ്രാവശ്യം ഇപ്പം അടിച്ചുള്ളൂ ഹോൺ. ഇല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഹോണാണ്. പിന്നെ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന സെക്കൻഡ് ഹോണാണ്. കാരണം വല്ല മത്സരം ആകുമ്പോൾ അടിച്ചാൽ മതിയില്ല, തോപ്പിച്ചതിന് ശേഷം നിങ്ങൾ കളിയാക്കുന്ന രീതിയിലൊക്കെ. ഓട്ടം ഉണ്ട്, അത്യാവശ്യം മുന്നോട്ട് ഓട്ടം ഉണ്ട് കേട്ടോ. റൈഡിലേക്ക് തിരിയാനുണ്ടല്ലോ. അതെ നമ്മൾ സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആക്സിലേറ്റർ എപ്പോഴും കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കംപ്ലൈൻ്റ് ആവും. ഇങ്ങനെ ലൊക്കേഷൻ എത്തിയേ. അവിടെ നിന്ന് തന്നെ വണ്ടി കാണാൻ പറ്റൂല. വളയൂല ബ്രേക്ക് ഇട്. സാധനം വളഞ്ഞില്ല. ബസ് വളഞ്ഞില്ല, മുട്ടിയിട്ടില്ല. ഇയാൾക്കൊന്നും മുട്ടിയില്ലല്ല. ഇങ്ങോട്ട് കയറും ഇനി മണ്ടനൊക്കെ. നമ്മൾ ഹോൺ അടിച്ചിട്ടല്ലേ, നിങ്ങൾ കണ്ടല്ലേ ഹോൺ അടിച്ചിട്ട് നമ്മൾ വന്നിരുന്നു. ബാക്കിലേക്ക് നടക്കാം. ഇത്രയും വലിയ സാധനം ഈ വഴി വരുമ്പോൾ ഇയാൾ കണ്ണ് കാണില്ല. ഇത്ര നേരെ കൊടുക്കുന്നതിന് തിരിയാ. ഒരു പണ്ടാരം. ഈ സൈഡ് വഴി നോക്കാം. അടിത്തം
കുട്ടി അടിയത്തെ ബമ്പർ കയറി. ശേ ഇവന്മാരെ പോലും നമ്മൾക്ക് ചവിട്ടണ്ട. വണ്ടി കൊണ്ട് നിർത്തി ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. എപ്പത്തി നമ്മൾ ഇതാണ് ആക്കിയിട്ടേക്കാണ്. ആ കാണിക്കുന്ന സ്ഥലം അവിടെ വരെ എത്തിയാൽ മതി. അതിന് ഇയാൾ കാണിച്ച പണിയേ. ഓക്കെ സിഗ്നലിട്ടാകാം. അളയൂലേ ബാക്ക് ഒടിയാൻ ചാൻസ് ഇല്ല. പക്ഷെ കയറ്റി പിടിച്ചോളൊക്കെ. ഓ വള ഒടി. ഈ സൈഡ് കുഴപ്പമില്ല. വേറെ കുടി ഇടിച്ചിടിച്ച് ഈ ഒരാളാറും ബ്ലോക്കാവാൻ നോക്കിയായി ഇത്രയാണ് സെറ്റാക്കുന്നത്. കയറി ആ ഒരു വണ്ടിക്കാരൻ നമുക്കൊന്ന് ഇത് കഴിഞ്ഞിട്ട് ഇവർ ഇറക്കിയിട്ടൊന്ന് ചെന്ന് കാണണം. നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. രാജഗൗഡക്കട ഏറ്റവും നിർത്തിയത്. ഓക്കെ ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങിക്കേ. വണ്ടി ശരിക്കും അടുത്ത് കാണട്ടെ. ലൈറ്റ് നമുക്ക് അതിന് ബ്ലോക്ക് ഇടുന്ന ഇവരൊക്കെ കൊണ്ട് ചടിച്ചടിക്കണം. ഇതന്നെ സ്ഥലം ഇവരെന്നാ ബ്ലോക്കിലേക്ക് തന്നെ വീണ്ടും പോകണം. എവിടെ സ്ഥലമാണ് എടുത്ത സ്ഥലം. പല വഴിക്കൊന്നും ഈ വഴിക്കൊന്നാ പോലെ എല്ലാവർക്കും എന്നി മാറും. ഓ ദിസ് ഈസ് ദാറ്റ് പാലസ്. ഒരു കൊട്ടാരം കാണിക്കാനാണ് നമ്മൾ വന്നത്. അതിന് വണ്ടിക്കിട്ട് പണിയേ ഇടിച്ചൊന്നും ആശയായി കളഞ്ഞില്ല. അവൻ ബ്ലോക്ക് മാറിയിട്ടുണ്ടോ നോക്കാൻ വാ. ഈ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാൻ പറഞ്ഞില്ല. ഇല്ല നമുക്ക് പയ്യ വണ്ടി നോക്കാം. വൺ സൈഡ് ക്ലിയറായി. ഈ സൈഡ് ഫുള്ള് ഈ വണ്ടി പറഞ്ഞു നമ്മൾ മുട്ടിലായി. അല്ലാണ്ട് അയാൾ ഓടിക്കളഞ്ഞേ. വാ ഇനി വണ്ടി എടുക്കാം. കയറി സമയം കളയാനും ഇല്ല. കയറിക്കോ. അളയില്ലേ ഇറങ്ങണേൻ്റെ മുമ്പേ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഞെരിഞ്ഞ സ്ഥലവും വലിപ്പിച്ചെടുക്കണായിരുന്നു തോന്നുന്നു. അതും കൊണ്ട് ചെറിയ ബോറിലൊക്കെ ഉണ്ട്. എന്തായാലും മാഞ്ഞായ വീഡിയോയിലേക്ക് ഇതിൻ്റെ പുറത്തിറങ്ങാനും ഇനി ഇതേ പണ്ട് തന്നെ ആയിരിക്കും. കാരണം ഓപ്പൺ സ്പേസ് ഇല്ല. ഇതിൻ്റെ പുറത്തിറങ്ങാനും അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ ഗൈസ്. അതെ പയ്യെ വിളയ്ക്കാം. അപ്പുറത്തുനിന്ന് തന്നെ അവർക്കൊരു പ്രശ്നമായിരുന്നു. ഇത് ഈ ഒരാളെ ഇടിച്ചുകൊണ്ട് തെറിപ്പിച്ചാലോ. പുള്ളി പറഞ്ഞ വഴി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി നമ്മൾ ഇടിച്ചുകൊണ്ട് മൂലയിൽ ഒതുക്കി. പുള്ളിയാണ് റോഡ് തന്നെ ബ്ലോക്കായില്ലേ. അത് അടുത്തവൻ പുള്ളിനെ നമ്മൾ ഒതുക്കാൻ പോവാ. ഒതുങ്ങിക്കോ. സൈഡിൽ കിടന്ന് കളിച്ചാൽ മതി കേട്ടാ. നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. വഴി ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഗെയിമിൻ്റെ ഒരു മിസ്റ്റേക്ക് അതാണ്. ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോക്ക് ഇതായി പോവും. ടൈം എടുക്കും കുറേ നേരം. ഞാനും പറഞ്ഞു ലൈറ്റ് കിട്ടോ പണമേ. ആരും പേടിക്കണ്ട. ഇതിൻ്റെ അകത്ത് കാണാൻ എനിക്കാനുണ്ടായ മാപ്പ് ഉണ്ടാക്കി മേലാനുള്ളൂ. ഇവിടെ ഒന്നുമില്ല. കൊടുത്തോ പടയാളമേ.
ഇരുൾ മായവേ അയ്യോ കണ്ടില്ല മറിഞ്ഞില്ല. എന്താ പറ്റിയൊന്നും മനസ്സിലായില്ല. വണ്ടി എന്താ പറ്റിയ? ക്യാമറ കഴിഞ്ഞ് നോക്കണം. കാര്യം മേടിക്കേണ്ട. നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വണ്ടി കാനെ ചടിപ്പോയി. നമ്മളൊരു സാധനം നോക്കി നടന്നതാണ്, കാനെ ചടിപ്പോയി. അതെ സിഗ്നലിൽ ഇട്ടേക്കാം. ഇത് മിന്നിച്ചത് എന്തായാലും ഒരു മിന്നു നോക്കാം. ലൈറ്റൊക്കെ ഇട്ടത്. ചമ്മീലോ ഗൈസ്, അപ്പോൾ മൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.